അസ്സലാമു അലൈക്കും. പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് ഹക്കീമാണ്. ഞാനുള്ളത് പോണ്ടിച്ചേരിയിലാണ്. പോണ്ടിച്ചേരിയിൽ ജിപ്മർ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ജിപ്മർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ഈ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം 192ഓളം ഏക്കറിൽ ഇങ്ങനെ തുറന്നു കിടക്കുന്ന ഈ ഹോസ്പിറ്റൽ ക്യാമ്പസിൽ പാവങ്ങൾക്ക് ചികിത്സ ഫ്രീ ആയിട്ടാണ് ഇവിടെ കിട്ടുന്നത്. ചികിത്സ ഫ്രീ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ വരുമാനം അതിനനുസരിച്ചും അതുകൂടാതെയും വരുമാനമുള്ളവനും വരുമാനമില്ലാത്തവർക്കുമെല്ലാം ഈ ഹോസ്പിറ്റലിൽ ചികിത്സ ഫ്രീ ആണ്. ഇപ്പോൾ ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് പോലെ തന്നെ അതിനേക്കാൾ വളരെയധികം ലളിതമായ രീതിയിൽ ഇവിടെ ചികിത്സ ഫ്രീ ആയി ലഭിക്കുന്ന ഈ ഹോസ്പിറ്റലിന് മുമ്പിലാണ് ഞാനുള്ളത്. ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ട്. ഏകദേശം കാർഡിയോളജി, നെഫ്രോളജി, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ട്. ഞാൻ 3 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. ഞാൻ ഒരുപാട് രോഗികളെടുത്ത് ഇവിടെ സംസാരിച്ചു. ഒരു 19 വയസ്സുള്ള ഒരു കുട്ടിയുടെ കിഡ്നി മാറ്റിവെക്കപ്പെടുന്ന ശസ്ത്രക്രിയ കഴിഞ്ഞ ആ കുട്ടി സുഖം പ്രാപിച്ചു വരുന്ന ഒരു കുട്ടിയെ ഞാൻ കാണുകയുണ്ടായി. പെൺകുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ അച്ഛൻ എന്നോട് പറഞ്ഞത് 15,000 രൂപയാണ് അവർക്ക് മൊത്തം ചിലവായത്. അപ്പം ലക്ഷങ്ങൾ ചിലവ് വരുന്ന കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ മുതൽ, നിങ്ങളുടെ കയ്യിൽ ഡോണർ ട്രാൻസ്പ്ലാന്റേഷൻ മുതൽ ലക്ഷങ്ങൾ ചിലവ് വരുന്ന കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, അതേപോലെ ഹൃദയ വാൽവിന്റെ ബ്ലോക്കുകൾ, ഇതെല്ലാം ഈ ജിപ്മർ ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് ലഭിക്കും. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. ഇത് കേരളത്തിലെ ഓരോ പാവപ്പെട്ടവന്റെയും മൊബൈലിലേക്കോ അല്ലെങ്കിൽ അവന്റെ ഫോണുകളിലേക്ക് ഈ മെസ്സേജുകൾ എത്തിച്ചേരേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇതാണ് ജിപ്മർ ഹോസ്പിറ്റൽ. അപ്പം ഈ ജിപ്മർ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ചികിത്സ ഫ്രീ ആയി ലഭിക്കുന്നുണ്ട്. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇവിടെ വന്ന് താമസിക്കാനും ഇവിടെ വന്ന് തങ്ങാനും ഇവിടെ വന്ന് തങ്ങി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സയുടെ OP ലഭിക്കുവാനുമുള്ള സംഗതികളെല്ലാം പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് ഞാൻ ഹക്കീമാണ് സംസാരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് ശരിയാക്കി തരാൻ കഴിയും. അപ്പോൾ അതുമായിട്ട് ഇവിടെ ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് മലയാളികളുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെയുള്ള ഡോക്ടർമാരും ഇവിടെയുള്ള സ്റ്റാഫുകളൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. വളരെയധികം നല്ല രീതിയിലാണ് അവരുടെ പെരുമാറ്റവും ഒക്കെ. സാധാരണ നമ്മളൊരു മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ മറ്റുള്ള ഹോസ്പിറ്റലിലൊക്കെ ചെന്ന പോലെ അത്ര വലിയൊരു ബുദ്ധിമുട്ട് ഇവിടെ കാണാൻ കഴിയുന്നില്ല. ബുദ്ധിമുട്ടുണ്ട്, ഈ ഫ്രീ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ റഷ് ഉണ്ട്. പക്ഷേ ട്രീറ്റ്മെന്റ് ഇവിടെ വളരെ സുഗമമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഈ ഹോസ്പിറ്റൽ ജിപ്മർ ഹോസ്പിറ്റൽ, JIPMER ജിപ്മർ ഹോസ്പിറ്റലാണ് ഈ ഹോസ്പിറ്റലിന്റെ വിവരം കേരള ജനതയെ മുഴുവൻ അറിയിക്കണം. ഇതുപോലൊരു ഹോസ്പിറ്റൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മളുടെ ഇപ്പോൾ എൻ്റെ ഏരിയ, ഇപ്പോൾ പഴയന്നൂർ ഏരിയയിൽ തന്നെ ഏകദേശം 40-ൽ കൂടുതൽ കിഡ്നി പേഷ്യൻസ് ആണുള്ളത്. അതിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അർജന്റായി നടത്തേണ്ടവർ 7-8 പേരാണ്. 7 മുതൽ 8 പേര് വരെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വളരെ അർജന്റായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പഴയന്നൂർ തന്നെയുള്ള ഒരു പേഷ്യന്റിനെയും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നത്. അപ്പോൾ ആ പേഷ്യന്റിന്റെ കാര്യം കൂടി അന്വേഷിക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ ഒരു മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ ഇത് അറിയിക്കണമെന്ന് തോന്നി. ഈ മെസ്സേജ് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വരെ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.